അപ്പോൾ കഴിഞ്ഞ ദിവസം മെറ്റ മുഴുവൻ സെർവർ ഡൗൺ ആവുന്നൊരു സാഹചര്യം ഉണ്ടായി. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള മെറ്റയുടെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ ഒരു രാത്രി പ്രവർത്തിക്കുന്ന നിലയുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് വലിയ ആശങ്കയായിരുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാവിലെ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് മെറ്റ SFI ഹാക്ക് ചെയ്തു എന്ന നിലയിലേക്ക് അഭിപ്രായ പ്രകടനം നടത്തുമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ആ നിലയിലാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും SFI എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ SFI ആണ് ഇതിൻ്റെ കാരണക്കാർ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം, അതിൻ്റെ ഭാഗമായി നിരവധി തെറ്റായിട്ടുള്ള പ്രചരണം അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ, KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് വളരെയധികം ഖേദകരമാണ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ കലോത്സവത്തിൽ ഉണ്ടായിരുന്ന നിരവധിയായ വിധികർത്താക്കളിൽ ഒരാൾ അദ്ദേഹം ഇതിൻ്റെ തുടർച്ചയിൽ അത് കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്ന നിലയുണ്ടായി. അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള സംഭവമാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ഞങ്ങളുടെ എല്ലാ വിഷമവും ഞങ്ങൾ അറിയിക്കുകയാണ്. ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണക്കാർ SFI ആണ്, അല്ലെങ്കിൽ അതിനും SFI അദ്ദേഹത്തെ, ഇപ്പോൾ KPCC പ്രസിഡന്റിൻ്റെയൊക്കെ പ്രതികരണം എന്നുള്ളത് SFI അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ള നിലയിലേക്കുള്ള പ്രതികരണങ്ങൾ നടത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങുകയാണ്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായത് അവിടെ മാർഗംകളിയുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹം മാർഗംകളിയുടെ ജഡ്ജായിരുന്നു. മാർഗംകളിയുമായി ബന്ധപ്പെട്ട് ആ മത്സരത്തിൻ്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ തന്നെ നിരവധി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വിയോജിപ്പും പ്രതിഷേധമൊക്കെ അറിയിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് കലോത്സവങ്ങളിൽ സ്വാഭാവികമാണ്. കലോത്സവങ്ങളിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പല ക്യാമ്പസുകൾ, അപ്പോൾ ക്യാമ്പസുകളുടേതായ വികാരം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ടിനകത്ത് അപാകത ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ആ നിലയിലുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടായ ഘട്ടത്തിൽ സ്വാഭാവികമായും ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഈ ജഡ്ജസുമായി സംസാരിക്കുന്ന, ഞങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ സംഘാടകർ, അതിൻ്റെ യൂണിയൻ്റെ ഭാരവാഹി, യൂണിയൻ SFI ആണല്ലോ, സംഘാടകർ ഈ ജഡ്ജസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന നിലയുണ്ടായി, അവരുടെ മൊബൈൽ ഉൾപ്പെടെ പരിശോധിക്കുന്ന നിലയുണ്ടായി. ആ ഘട്ടത്തിൽ ചില ക്യാമ്പസുകളിൽ മാർഗംകളി ഉൾപ്പെടെയുള്ള ഡാൻസ് ഇവൻറ്റുകൾ പഠിപ്പിച്ച ചില അധ്യാപകർ, ആ അധ്യാപകരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ ജഡ്ജസിൻ്റെ ഭാഗമായി ഉണ്ടായത് ശ്രദ്ധയിൽപ്പെടുകയും, അങ്ങനെ ഉണ്ടായ ഘട്ടത്തിൽ അതുണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ്. ആ ഘട്ടത്തിൽ തന്നെ സംഘാടകർ, യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾ പോലീസിനെ അറിയിക്കുകയും വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അറിയിക്കുകയും അവർ ആ സർവകലാശാല കലോത്സവം നടക്കുന്ന പരിസരത്തേക്ക് എത്തുകയും ഈ ആളുകളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുക, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അതിൻ്റെ തുടർച്ചയിൽ അവരോട് വിജിലൻസിന് മുൻപിൽ ഉൾപ്പെടെ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പിനകത്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലുള്ള എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇതിനകത്തൊരു ഘട്ടത്തിലും മാധ്യമങ്ങളെ ഈ വിഷയം ഞങ്ങളാരും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല ഇന്ന ആളുകളാണ് എന്നുള്ളതിനെ സംബന്ധിച്ചോ, ഇന്ന ആളുകൾ അഴിമതി നടത്തി അല്ലെങ്കിൽ അവർ കോഴ വാങ്ങി എന്നുള്ളതിനെ സംബന്ധിച്ചോ ഒന്നും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളുടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിച്ച് ഞങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനകത്ത് നിയമപരമായി നൽകേണ്ടുന്ന പരാതി നൽകി പോലീസിന് കൈമാറി. സ്വാഭാവികമായും ഞങ്ങൾ ചെയ്യേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട സംഘാടക സമിതിയുടെ ഭാരവാഹികൾ, യൂണിയൻ്റെ ഭാരവാഹികൾ ചെയ്യേണ്ടുന്നതാണ്. അത് ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒക്കെ ഇപ്പോൾ ചില മാധ്യമങ്ങൾ, മലയാള മനോരമയുടെ ഇന്നലത്തെ മുഴുവൻ ഉണ്ടായിരുന്ന ഫ്ലാഷ് ന്യൂസ് ഞങ്ങൾ കാണുകയാണ്. SFI പ്രതിക്കൂട്ടിൽ, ജഡ്ജിൻ്റെ മരണം SFI പ്രതിക്കൂട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ പല മാധ്യമങ്ങളും പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ പറയുന്നതല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, KPCC പ്രസിഡന്റ് പറഞ്ഞു, KSU സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ അത് ഏറ്റുപറയുകയാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ, ഇപ്പോൾ അദ്ദേഹം വലിയ മനോവിഷമത്തിൻ്റെ പുറത്തായിരിക്കും മരണത്തിലേക്ക് കടന്നുണ്ടാവുക. ഇദ്ദേഹത്തിൻ്റെ പേര്, ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ, വീഡിയോ വിഷ്വൽ ഉൾപ്പെടെ വെച്ച് കലോത്സവം കോഴ കലോത്സവമാണ്, കലോത്സവത്തിൽ കോഴ വാങ്ങിയ ആളുകൾ പിടിക്കപ്പെട്ടു, ഇവർ കോഴക്കാരാണ് എന്ന് പറഞ്ഞ് 3-4 ദിവസം വിചാരണ നടത്തിയത്, വിധി എഴുതിയത് ഒക്കെ മാധ്യമങ്ങളല്ലേ കേരളത്തിലെ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഈ പറഞ്ഞ ആളുകൾ കോഴ വാങ്ങിയെന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ അഴിമതി നടത്തിയെന്ന്? ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടായി, ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. പോലീസ് നിയമ നടപടികളും അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോയി. അതിൻ്റെ വസ്തുതകളൊക്കെ പുറത്തു വരുന്നതിന് മുൻപ് ഈ ആളുകളെ കോഴക്കാരായി, അഴിമതിക്കാരായി ചിത്രീകരിച്ചത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുമല്ല, ചില മാധ്യമങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രതിക്കൂട്ടിൽ SFI വരുന്നതിന് മുൻപ് 1ാമതും 2ാമതും 3ാമതും കേരളത്തിലെ ചില മാധ്യമങ്ങളാണ് പ്രതിക്കൂട്ടിൽ വരിക. ഇത് കൊണ്ടുപോയി ഇതും SFI ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ SFI അവിടെ അദ്ദേഹത്തെ അടിച്ചു, ആക്രമിച്ചു, ക്രൂരമായ ആക്രമണം നേരിട്ടു എന്നൊക്കെ മാധ്യമ വാർത്തകൾ ഉണ്ടാകുന്നു. KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ?
ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേരെ എന്തും പറയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾക്ക് വലിയ മനോവിഷമുണ്ടാവും. അത് കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് പ്രതിപക്ഷത്ത് ഇങ്ങനെ തുടരേണ്ടി വരുന്നതിൻ്റെ നീരസമുണ്ടാവും, വിഷമുണ്ടാവും, പ്രയാസമുണ്ടാകും.